ഹോളി സ്പിരിറ്റ് കത്തോലിക്ക ചർച്ച് ഗാലയിലെ മസ്കറ്റിലുള്ളൊരു പള്ളിയാണിത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞു. ഇതുവരെ പള്ളിയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കുട്ടിയിരുന്നാളായിരുന്നു ഇന്ന് 20-ാം തീയതി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇതുവരെ പുറത്തേക്കൊന്നും പള്ളിയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. വിശുദ്ധ ഔസേപ്പിതാവ് ഉറങ്ങുന്നൊരു രൂപം മെയിൻ എൻട്രൻസ് തന്നെ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മാതാവിൻ്റെ ഒരു ഗ്രോട്ടുമുണ്ട്. വന്നപ്പോൾ തന്നെ അവിടെ ഇംഗ്ലീഷ് കുർബാന ഇരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു 8:15 ആയപ്പോഴാണ് മലയാളം കുർബാന സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുർബാനയ്ക്ക് കുട്ടികളെല്ലാം ഇതുപോലെ തിരിയെല്ലാം പിടിച്ചിട്ട് ഔസേപ്പിതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് റോസാപ്പൂക്കളും തിരികളൊക്കെ തെളിച്ചിട്ട് വരുന്ന ആ ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ആ ഒരു ഫീലിങ്സ്, നമ്മൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പള്ളിയിൽ പോകും. പക്ഷേ അത് അത്ര ആത്മീയതയോടുകൂടിയല്ല ആരും പള്ളിയിലൊക്കെ പോകുമ്പോൾ. ആ സമയത്ത് നമ്മൾ പുറത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഒന്ന് പള്ളിയിൽ പോയാൽ മതിയായിരുന്നു. അത്രയ്ക്കും നമുക്കൊരു ആത്മീയത നമുക്ക് തോന്നും. സങ്കടങ്ങളും കുറേ കരഞ്ഞു പള്ളിയിലിരുന്ന്. ഇപ്പോൾ കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ വിശുദ്ധ ഔസേപ്പിതാവിന് രൂപം കൊടുത്തിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണത്. എത്രയോ അധികം ജനങ്ങളാണ് അവിടെ കൂടിയിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ ഫുള്ള് മലയാളീസാണ്. ഇത്രയും ജനങ്ങൾ ഈ പള്ളിയിലുണ്ടോയെന്ന് ഞങ്ങൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇത്രയധികം ജനങ്ങളാണ് കൂട്ടുപെരുന്നാളിന് മസ്കറ്റിലെ ഗാലപ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ഫാമിലീസായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. പിന്നെ പ്രദക്ഷിണം വരുന്നത്, പ്രദക്ഷിണം കഴിഞ്ഞ് വരുന്ന ഒരു സമയമാണിത്. പിന്നെ കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രാത്രി 10:45 ഒക്കെ ആയിരുന്നു. പിന്നെ ഭക്ഷണം വെഞ്ചരിപ്പും പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞിട്ട് കൂട്ടുതിരുന്നാൾ സദ്യ കഴിക്കുന്ന ഒരു രംഗമാണിത്. എല്ലാവരും സന്തോഷത്തോടെ മടങ്ങുന്ന ഒരു നിമിഷമായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സിനെ അവിടെ വെച്ച് കാണാൻ പറ്റി. ഏകദേശം ഒരു 2500ഓളം ജനങ്ങൾ വന്നതാണ് അവിടെ നിന്നിരുന്ന ആളുകളെല്ലാം പറഞ്ഞേച്ച്. എന്നാലും നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനൊരു തിരുനാൾ സദ്യ നമുക്കിവിടെ കൂടാൻ പറ്റിയെന്ന് ഓർത്ത് വളരെയധികം സന്തോഷിക്കുന്നു.